ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഗസ്റ്റുകളെല്ലാം വരുമ്പോൾ പെട്ടെന്ന് വേഗം ഒരു ക്ലീനിങ് ചെയ്താലോ, നമുക്ക് എളുപ്പം വേഗം ഗസ്റ്റുകളെല്ലാം വരുമ്പോൾ പെട്ടെന്ന് ഗസ്റ്റുകളെല്ലാം വരുന്നത് അറിയുമ്പോൾ വേഗം തന്നെ ഒരു ക്ലീനിങ് ചെയ്യില്ലേ. അപ്പോൾ അത് ഒന്ന് എളുപ്പം വേഗത്തിൽ ചെയ്താലോ. അപ്പം എനിക്കിന്ന് 2 ഗസ്റ്റുകളുണ്ടായിന്. അപ്പം രാത്രി പെട്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം രാവിലെ എണീച്ചിട്ട് വേഗം ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരു ക്ലീനിങ് ചെയ്യാൻ വിചാരിച്ച് വേഗം. അപ്പം രാവിലെയാണ് വരുന്നത്. അപ്പം ആ ക്ലീനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ച് ഞാനിങ്ങനെയാണ് പെട്ടെന്ന് ഗസ്റ്റെല്ലാം വരുന്നതെന്ന് പറയുമ്പോൾ ക്ലീനിങ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതാ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഇതാ രാവിലെ ഹാളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലിവിങ് ഹാള് ക്ലീൻ ആക്കലാണ് കേട്ടോ. വേഗം വേഗം ഗസ്റ്റുകളെല്ലാം വന്നാൽ വേഗം നമുക്ക് ലിവിങ് ഹാളിലേക്കല്ല അധികം പോകല്. അപ്പം ആദ്യം നമ്മൾ ക്ലീൻ ആക്കേണ്ടത് ലിവിങ് ഹാള് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഞാൻ ആ സോഫയിലൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. വലിയ പൊടിയൊന്നുമില്ല, ഡെയിലി ചെയ്യുന്നതല്ലേ. അപ്പം ഡെയിലി ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ എല്ലാം ഒരു ഉപകാരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ആ സോഫൻ്റെ മീത്ത അങ്ങനെ മുസല്ല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, ബുക്ക്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാ എൻ്റെ മോൻ്റെ സൈക്കിളെല്ലാം കേട്ടോ. അപ്പോൾ അവന് ഇങ്ങനെ രാത്രി ഉറങ്ങുമ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഉറങ്ങലാണ്. എത്ര നമ്മൾ എടുത്ത് വെച്ചാലും അവരിഷ്ടത്തിന് എടുക്കുകയും വെക്കുകയും ചെയ്യും കേട്ടോ. നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല. നമ്മൾ ഒതുക്കി വെച്ചാലും അവർ പിന്നെയും എടുക്കും, കളിക്കും, അങ്ങനെയല്ല എന്നിട്ട് ചെയ്യൽ. അപ്പം ഞാനിത് വെറുതെ ഒന്ന് ഒതുക്കി വെക്കുന്നതിലും ഓന് എണീച്ചാട് ഇത് ഓടിക്കാൻ തുടങ്ങും കേട്ടോ. പിന്നെയും നമ്മൾ എടുത്തു വെക്കും, പിന്നെയും ഓന് ഓടിക്കും, അങ്ങനെയല്ല എന്നിട്ടാ. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയിലെ ചവിട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞ് കൊടുക്കുന്നുണ്ട്. വലിയ പൊടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കാര്യമെല്ലാം നമ്മൾ ഡെയിലി ചെയ്താൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് ക്ലീൻ ആക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഹാള് ക്ലീനാക്കിയാട് ഞാനൊന്ന് ആടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ക്ലീനാക്കലും മാച്ചി എപ്പോൾ നമ്മൾ ഒക്കെ തന്നെ വേണം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭയങ്കര ഈസിയാണ് കേട്ടോ. മാച്ച് അടിച്ച് ഇങ്ങനെ പോവുകയും ചെയ്യുക. ആ സ്ഥലത്തിലെ എല്ലാ സാധനവും നമുക്ക് അപ്പാടെ തന്നെ ക്ലീനാക്കി അന്നേരം തന്നെ ആ ഭാഗം ഒന്ന് അടിച്ചിട്ട് പോവാം കേട്ടോ. അപ്പം റൂമായാലും ഞാനിങ്ങനെയാണ് കേട്ടോ അധികം ചെയ്യൽ. നേരെ ഇങ്ങനെ ഹാളത്തെ എല്ലാം ക്ലീനാക്കും, എന്നിട്ട് അവിടെ നിന്ന് തന്നെ അടിച്ചിട്ട് അങ്ങോട്ട് പോവും. ഇങ്ങനെ ഓരോരോ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് തന്നെ എല്ലാം ക്ലീനാക്കി അപ്പാടെ തന്നെ അടിച്ചെടുക്കലാണ് കേട്ടോ. അപ്പം മാച്ചിയും കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും പോകും കേട്ടോ. എന്നിട്ട് അവിടെ ഒന്ന് ക്ലീനാക്കും, പിന്നെ അടിക്കും. അങ്ങനെയായിട്ടാണ് കേട്ടോ. ഒരു പാർട്സ് ആയിട്ടാണ് ചെയ്യൽ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സമയവും നമുക്ക് ലാഭിക്കാം, വേഗം എളുപ്പം നമുക്ക് പണി തീരും കേട്ടോ. ചെയ്യാത്തവരൊന്ന് മസ്റ്റായിട്ട് ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് വേഗം അധികം ബുദ്ധിമുട്ടൊന്നും കാണൂല, പണിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും കാണൂല. ഓരോരു ഭാഗമായിട്ട് വൃത്തിയാക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഹാളെല്ലാം ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്ന് ക്ലീനാക്കിയാട് ഹാള് ക്ലീനാക്കിയാട് ഒന്ന് അങ്ങോട്ട് അടിച്ചിട്ട് ആ ഭാഗം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചവിട്ടി ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചവിട്ടി അലക്കിയാൽ നേരെ നിൽക്കുകയില്ല കേട്ടോ. നമുക്കിങ്ങനെ കുടഞ്ഞെടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇങ്ങനെ ലെവലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ചുരുണ്ട് നിൽക്കലാണ് കേട്ടോ. അപ്പം കുറേ പണിയാണ് ഇത് ലെവലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാലും ഞാൻ ഡെയിലി ഇതേപോലെ എടുത്തിട്ട് പൊടിയെല്ലാം ഒന്ന് തട്ടിക്കൊടയും കേട്ടോ. അപ്പം ഇങ്ങനെ ഡെയിലി നമുക്ക് ഇങ്ങനത്തെ ചവിട്ടിയെല്ലാം ഉണ്ടെങ്കിൽ ഡെയിലി നമ്മൾ എടുത്ത് തട്ടിക്കൊടഞ്ഞാൽ നമുക്ക് അങ്ങനെ പൊടിയോ ഒന്നും കാണൂല. അപ്പോൾ ഇത് ഞാനൊന്ന് ലെവലാക്കി വെക്കുന്നുണ്ട്. അപ്പം രാത്രി പെട്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം വയനാട് നിന്ന് ഇക്കാൻ്റെ ഒപ്പരം ട്രെയിനിങ് അതിന് ഒരു പോലീസുകാരനുണ്ടായിന്. അപ്പം വയനാടാണ് ഓന് ഇങ്ങനെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പം ജസ്റ്റ് ഒന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞതാണ്. ഒന്നും ആക്കണ്ട പറഞ്ഞ്, ചായ ഒന്നും ആക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. നമ്മളെ ഇവിടെ നാട്ടിൽ തന്നെയിൽ ഒരു പോലീസുകാരനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും വരുന്നതാണ്. അപ്പം എന്നാലും എന്തെങ്കിലും ചായക്കാക്കേണ്ട ആദ്യമായിട്ട് വരുന്നതല്ലേ, ഒരാൾ വരലുണ്ട് കേട്ടോ. ആ ടൈമെല്ലാം ആകുമ്പോൾ വരലുണ്ട്. അപ്പം ഈ വയനാടിലവർ ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പം എന്തെങ്കിലും ആക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് വലിയ തോതിലൊന്നും ആക്കിയിട്ടാ കേട്ടോ. ജസ്റ്റ് ഒന്ന് രാവിലത്തെ ചായ ആക്കിയിട്ടുണ്ടായിന്.
അപ്പം അതാ ഹാള് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഭാഗത്ത് ഇവിടുത്തെ ചവിട്ടി ഞാനൊന്ന് കുടഞ്ഞു കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ പിന്നെ അവിടെ പിന്നെ അടുക്കളയിലത്തെ കിച്ചണത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിവിടെ ക്ലീനാക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ അതെല്ലാം ഒന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പം പിന്നെ ഇതാ വേഗം ഒന്ന് ക്ലീനാക്കി എടുക്കണം അവർ വരുമ്പോഴത്തേക്ക്. അപ്പോൾ അവർ ഏകദേശം ഒരു 10 മണി ആ ടൈം ആകുമ്പോൾ വന്നിട്ടാ വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാളേ ഇല്ല കേട്ടോ. പിന്നെ അപ്പം ഇതാ ഞാനിവിടെ എല്ലാം ഒന്ന് വേഗം ഒന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. തുടക്കുന്നില്ല കേട്ടോ. തുടക്കുന്നത് ഞാൻ ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ ചളിയൊന്നുമില്ല, മക്കളെല്ലാം സ്കൂളിൽ പോകുന്നതിൽ. അതുകൊണ്ട് ഞാനിപ്പം ഒന്നരാടം മാത്രമേ തുടക്കില്ലൂ. അപ്പോൾ ഇതാ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മക്കളൊക്കെ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് വേഗം ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ കർട്ടനെല്ലാം ഒന്ന് പൊന്തിച്ചെടുക്കുന്നുണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് അറിയിക്കണം കേട്ടോ. കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാനത് തിരുത്താൻ ശ്രമിക്കും. അപ്പം പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറന്നേക്കല്ല കേട്ടോ. അപ്പം ഇതാ ബെഡ്റൂമിൽ ഇത് അങ്ങനെ വലിയ പണിയൊന്നും ഉണ്ടായിട്ടാ. ഇങ്ങനെ ഒരു ചുളിവൊന്ന് മാറ്റാനേ ഉണ്ടായിട്ടു. അപ്പോൾ ഇതാ ഇപ്പുറത്തെ ബ്ലാങ്കറ്റെല്ലാം ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് ബെഡ്റൂം വൃത്തിയാക്കിയാൽ തന്നെ നമ്മളെ 3/4 ഭാഗം പണിയും നമ്മൾ തീർന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലൊരു എനർജി ആയിരിക്കും. ബെഡ്റൂം കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും കേട്ടോ. അപ്പം വീണ്ടും വീണ്ടും ക്ലീൻ ആക്കാനും ബാക്കിയുള്ളത് പണിയെടുക്കാനും എല്ലാം തോന്നും കേട്ടോ. അപ്പം ബെഡ്റൂം മാക്സിമം നമ്മൾ ക്ലീനാക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം ഇതെല്ലാം ഞാനൊന്ന് പിന്നെ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ പില്ലോ എല്ലാം ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അതിപ്പോൾ ഞാൻ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കുടഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതേപോലെ. ഇതാ എൻ്റെ മോന് ഇങ്ങനെ ഓരോരോ അടുക്കളയിലത്തെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് പിന്നെ എടുത്ത് മാറ്റി ഉണ്ടായ സ്ഥലത്ത് തന്നെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ ഈ ബെഡ്റൂമും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഹാളടിച്ച് അങ്ങനെ ബെഡ്റൂം അടിക്കുമ്പോൾ തന്നെ ബെഡ്റൂമിൻ്റെ അടി ഒന്ന് എല്ലാം ക്ലീനാക്കി വിരിക്കുകയെല്ലാം ചെയ്തിട്ട് ബെഡ്റൂം അടിച്ച് അങ്ങനെ പോലാന്ന് കേട്ടോ. ലെവലായിട്ട് ഇങ്ങനെ പോലാന്ന്. അപ്പോൾ ഇതാ ബെഡ്റൂമും ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ചെയ്താൽ വേഗം പെട്ടെന്ന് പണി തീരും കേട്ടോ. വലിയ ബുദ്ധിമുട്ടും കാണൂല. ഗസ്റ്റുകളെല്ലാം വരുമ്പോൾ വേഗം തന്നെ പണി തീരും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ക്ലീനിങ് ഒന്ന് മാറ്റി പിടിക്കും കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ ഏതാ എളുപ്പമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഓരോന്നും ഇങ്ങനെ ചെയ്ത് എടുക്കും. പിന്നെ ഒരിക്കൽ ആദ്യം രാവിലെ എണീച്ചാണ്ട് ബെഡ്റൂം ക്ലീനാക്കും, പിന്നെ ഹാളിലേക്ക് വരും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പിടിക്കോട്ടെ. ഏതാണെന്ന് എളുപ്പമെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. ഇതിപ്പം നല്ല എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം പിന്നെ ഇവിടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ആ ചവിട്ടിയെല്ലാം കുടഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ ഇതെല്ലാം ഒന്ന് അടിച്ച് എടുക്കുന്നുണ്ട് അടുത്ത പൊടിയെല്ലാം. എന്നിട്ട് വീണ്ടും ആ ചവിട്ടി അവിടെ തന്നെ വിരിച്ചിട്ട് ആ ചെരുപ്പെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ബാത്റൂമിലത്തെ. അപ്പം പിന്നെ ബാത്റൂമിൽ പോകുമ്പോൾ ഇടുന്ന ചെരുപ്പാണ് കേട്ടോ. അപ്പം ഞാൻ ആ സൈഡിലാണ് വെക്കൽ, ബാത്റൂമിൽ വെക്കലില്ല. എന്താ വെച്ചാൽ ബാത്റൂമിൽ വെച്ചാൽ ഇങ്ങനെ വെള്ളവും അങ്ങനെ മക്കളെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇടും. അപ്പം അത് പിന്നെ അങ്ങനെ ആ ഒരു സൈഡ് ഭാഗത്ത് വെക്കലാണ് കേട്ടോ. അപ്പം അടയെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വാഷ് ബേസിൻ്റെ അവിടെ ആ ചവിട്ടിയുണ്ട്, അതും കുടഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ ഞാൻ ബെഡ്റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ബെഡ്റൂമിൽ ഒന്ന് ബെഡ്ഷീറ്റെല്ലാം ഒന്ന് വിരിക്കാനുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റിനൊന്നും വലിയൊരു ഇത് വന്നിട്ട്. അപ്പോൾ അൾമാറിൻ്റെ ഡോറും അവരിങ്ങനെ രാവിലെ തന്നെ അൾമാറിൻ്റെ ഡോറും അങ്ങനെയെല്ലാം തുറന്ന് വെച്ചിട്ടെല്ലാം ഉണ്ടാവും. പില്ലോ എല്ലാം താഴെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കണം.
അപ്പോൾ ഇത് ഞാൻ പിന്നെ പറഞ്ഞിട്ട് ഓൺലൈനിലായിട്ട് വാങ്ങിച്ച ബെഡ്ഷീറ്റാണ്. ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എത്ര മക്കൾ തുള്ളിയാലോ ഒന്നും ബെഡുമെന്ന് എങ്ങനെ കളിച്ചാലും ഇത് പിന്നെ ഒന്നും അനങ്ങുന്നില്ല കേട്ടോ. നല്ലൊരു പിന്നെ ബെഡ്ഷീറ്റാണ്. പിന്നെ എലാസ്റ്റിക്കിൻ്റെ ബെഡ്ഷീറ്റാണ്. ഒരു ചുളിവോ ഒന്നും വരുന്നില്ല കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നല്ലൊരു പിന്നെ ഹെൽപ്പായിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വലിയ അനക്കലോ ഒന്നുമില്ല. അപ്പം വിരിച്ചാൽ അതേപോലെ നിൽക്കുക കേട്ടോ. അപ്പോൾ മക്കളെല്ലാം ഇല്ലാക്കി ഇത് നല്ലതാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിന്. അപ്പോൾ എനിക്കിങ്ങനെ ഇത് വിരിക്കാനൊന്നും വലിയ പണിയൊന്നും ഉണ്ടായിട്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അവിടെ ചുളിവും അങ്ങനെ ഉണ്ടായിട്ട്, എന്നാലും കുറച്ച് ഇങ്ങനെ ലൂസായതെല്ലാം അങ്ങനെ സൈഡെല്ലാം ഒന്ന് ഒതുക്കായി വെച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. ആ പില്ലോയെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കായി വെച്ചിട്ട് ഇപ്പോൾ പില്ലോയെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബെഡിന് ഇത് കുറച്ച് വലുതാണ് കേട്ടോ. പിന്നെ എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ശരിക്കും ആ ബെഡിന് കറക്റ്റായിട്ട് പിന്നെ കിട്ടുമ്പോൾ അല്ലേ അതിൻ്റെ ഇത് കിട്ടാല്. പക്ഷെ കുറച്ച് വലുതാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇടയിൽ പിന്നെ ഇവിടെയെല്ലാം ഇങ്ങനെ മുസല്ലി അങ്ങനെയെല്ലാം വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ വെക്കേണ്ട എല്ലാം നമ്മൾ പിന്നെ എടുത്ത സ്ഥാനത്ത് തന്നെ വെച്ചാൽ രാവിലെ എന്തായാലും നമ്മൾ പിന്നെ എല്ലാം ഒന്ന് മാറിയിട്ടുണ്ടാവുമല്ലോ രാത്രി. ആ ടൈമിലെല്ലാം എന്തായാലും നമ്മൾ വെച്ച സ്ഥലത്തെല്ലാം വെക്കൽ. മക്കളെ ബുക്കും അങ്ങനെ കടലാസും അങ്ങനെ എല്ലാം എന്തായിട്ടും ഉണ്ടാവും. മക്കളെല്ലാം എടുക്കുകയെല്ലാം എന്തായിട്ടും ഉണ്ടാവും. ഇതല്ലാതെ പിന്നെ അവർ ഓരോരോ സാധനം എടുത്ത് വെക്കലും അങ്ങനെ എല്ലാം ആയിട്ട്. അപ്പം അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വെച്ചിട്ട് ബെഡ്റൂം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി വാഷ് ബേസ് നമ്മൾ ഗസ്റ്റുകൾ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. വാഷ് ബേസ് എപ്പോഴും നമുക്ക് ക്ലീനായിരിക്കണം. ഡെയിലി നമ്മൾ ഇതെന്തായാലും മസ്റ്റായിട്ട് തുടച്ച് കൊടുക്കണം കേട്ടോ. അപ്പം പെട്ടെന്ന് ഗസ്റ്റുകളെല്ലാം വന്നാൽ എപ്പോൾ നമുക്ക് ഇതെപ്പോൾ ഒരു നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ വാഷ് ബേസ് ഞാനൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ഡെയിലി ഇത് തുടച്ച് കൊടുത്താൽ നമുക്ക് വലിയ പണിയോ ഒന്നും കാണില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ച് കൊടുക്കേണ്ട പണിയേ കാണില്ല. അപ്പം നമ്മൾ എടുക്കുന്ന പണിയെല്ലാം ഇങ്ങനത്തെ എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ഡെയിലി ചെയ്താൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടോ ഒന്നും കാണില്ല കേട്ടോ. നല്ല പണിയായിട്ടൊന്നും കാണില്ല. എല്ലാ പിന്നെ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ നമുക്ക് എടുത്ത സ്ഥലത്ത് വെക്കലും അങ്ങനെയെല്ലാം ചെയ്ത് ദിവസവും ഒരു ക്ലീനിങ് ചെയ്താൽ ദിവസവും നമുക്ക് പിന്നെ ഒരു പ്ലാനിങ് വേണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ഇന്ന ദിവസം തുടക്കണം, ബാത്റൂം ക്ലീനിങ് അതെല്ലാം ഓരോരോ ദിവസം നമ്മൾ എടുത്ത് പിന്നെ മനസ്സിൽ ഒന്ന് കുറിച്ച് വെക്കണം കേട്ടോ. ഒരു ദിവസം ബാത്റൂം അടിച്ചാൽ ഒരു ദിവസം തുടക്കുക. അല്ലാണ്ട് നമ്മൾ എല്ലാം ഒരേപോലെ എടുത്താലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു ദിവസം നമ്മൾ തുടക്കുക, ഒരു ദിവസം നമുക്ക് ബാത്റൂം ക്ലീനിങ് ചെയ്യുക. അങ്ങനെയെല്ലാം ചെയ്താലും നമുക്ക് വലിയ പണിയേ കാണില്ല കേട്ടോ. വലിയ ബുദ്ധിമുട്ടേ കാണില്ല. ഞാൻ അങ്ങനെയാണ് കേട്ടോ. ഒരു ദിവസം പിന്നെ അവയെല്ലാം തുടച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പിറ്റേ ദിവസം ഞാൻ ബാത്റൂം കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പം പിന്നെ ഡൈനിങ് ഹാളത്തെ ടേബിളെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. വലിയ പൊടി അങ്ങനെയൊന്നുമില്ല. മക്കളിങ്ങനെ എഴുതാനും വായിക്കാനെല്ലാം ഇരുന്ന ആ ഒരു പിന്നെ കൈക്കത്തെ ഒരു കൈയെല്ലാം വെച്ച ഒരു അടയാളം അങ്ങനത്തെ എല്ലാം ഇല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എന്തായാലും ഗസ്റ്റുകളെല്ലാം വരുന്നതല്ലേ, അപ്പോൾ എന്തായാലും അങ്ങനെ തുടച്ചെടുക്കണം കേട്ടോ. ഡൈനിങ് ഹാള് പിന്നെ ഡൈനിങ് ടേബിളെല്ലാം എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ എത്ര നീറ്റായിട്ട് കണ്ടാലും നമുക്ക് ഒരു ദിവസം തുടച്ചിട്ടില്ലെങ്കിൽ പൊടി ഉണ്ടാവും കേട്ടോ എന്തായാലും. അപ്പോൾ ഡെയിലി നമ്മൾ ഇങ്ങനെ ഇതേപോലെ തുടച്ച് കൊടുക്കണം. ഇനി ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഹാളും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ അടിച്ചു കൊടുത്തിട്ട് റൂമിലെല്ലാം ഇങ്ങനെ മൊത്തത്തിലായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഹാള് വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നതാണ് ലാസ്റ്റ്. ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നേരെ ഞാൻ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ, കിച്ചണിലേക്ക് പോയിട്ടുണ്ട്. അപ്പം കിച്ചണിൽ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഇതേപോലെ പിന്നെ എടുത്തു വെക്കാനുണ്ടായിന് കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് നമ്മൾ എപ്പോൾ പാത്രങ്ങൾ എടുത്തു വെക്കുമ്പോൾ നമ്മൾ വെള്ളമെല്ലാം തോർത്തിയതിന് ശേഷം നമ്മൾ എടുത്തു വെക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഇതെല്ലാം ഒന്ന് ആ വെച്ച സ്ഥലത്ത് തന്നെ വെക്കണം.
അപ്പോൾ ഇത് കുറച്ച് ദിവസമായി കേട്ടോ ഈ പാത്രങ്ങളെല്ലാം ഇവിടെ തന്നെ. അപ്പം അതെല്ലാം ഒന്ന് ഉണ്ടായ സ്ഥലത്ത് തന്നെ ഒന്ന് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ എല്ലാം തുടച്ചിട്ട് തന്നെ നമ്മൾ ക്ലീനാക്കി വെക്കണം. അപ്പം മറ്റേ പാത്രമെല്ലാം ഞാൻ ഇന്നലെ തുടച്ച് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് എടുത്തു നോക്കിയാൽ വേണ്ടു. അപ്പോൾ അതെല്ലാം അതിൻ്റെ സ്ഥലത്ത് തന്നെ ഒന്ന് എടുത്തു വെക്കണം. നമുക്കിങ്ങനെയെല്ലാം ചെയ്താൽ വേഗം പണികൾ തീർക്കാട്ടോ. ഇപ്പോൾ ഇങ്ങനെ പിന്നെ ഇതേപോലെ ചെയ്താൽ അപ്പം ഇങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റുകളെല്ലാം വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. പിന്നെ മസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പെട്ടെന്ന് തീരും കേട്ടോ പണി. അപ്പം വലിയ ബുദ്ധിമുട്ടേ നമുക്ക് കാണിയൂല. അപ്പോൾ ഇതാ പാത്രങ്ങളെല്ലാം ഞാൻ നമ്മൾ എടുത്താൽ പാത്രങ്ങളെല്ലാം ആ വെച്ച സ്ഥലത്ത് തന്നെ നമ്മൾ ഏത് സാധനം ആയിക്കോട്ടെ നമ്മൾ അതേപോലെ വെച്ചാൽ നല്ല നീറ്റായിക്കോട്ടെ. അപ്പോൾ നമ്മൾ പുര കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കിച്ചണും എല്ലാം പാത്രങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. ഇതെപ്പോൾ ഡെയിലി ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഇതേപോലെ തുടച്ചു കൊടുക്കാം. അപ്പം അങ്ങനെ ഡെയിലി ചെയ്താലും നമുക്ക് വലിയ പണിയൊന്നും കാണില്ല, വലിയ പൊടിയോ ഒന്നുമില്ല കേട്ടോ. ഡെയിലി ചെയ്യുന്നതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ തട്ടിച്ചൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കിച്ചൺ സെറ്റിൻ്റെ ഡോറും ഇതേപോലെ ഞാനൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ഇങ്ങനെ ഡെയിലി ചെയ്തിട്ടില്ലെങ്കിലും 2 ദിവസത്തിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്താൽ നല്ല നീറ്റായിരിക്കും കേട്ടോ. അപ്പം പിന്നെ ഇതാ ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ കാട്ടമൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ ഒന്ന് അടിച്ചു കൊടുത്താൽ ആ പൊടിയെല്ലാം കിട്ടും. നമുക്ക് കാട്ടം കാണാനില്ലെങ്കിൽ ജസ്റ്റ് പൊടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ പൊടിയെല്ലാം ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ കിച്ചണും ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വർക്ക് ഏരിയയിൽ ക്ലീനിങ് എല്ലാം നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഫുഡ് ഉണ്ടാക്കലും ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായി. ഇനി ഒന്ന് കുളിക്കണം. അപ്പോഴേക്കും മക്കളെല്ലാം മദ്രസ വിട്ടിട്ടെല്ലാം വരും. അപ്പോഴത്തേക്കും പിന്നെ അവരും വരും കേട്ടോ. പിന്നെ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ അവരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ ഒന്നും ആക്കിയിട്ടാട്ടോ. ജസ്റ്റ് ഒരു നെയ്ച്ചോറും പിന്നെ ബീഫാണ് ആക്കിന്. ബീഫ് വറും ആ ബീഫിൻ്റെ ഗ്രേവി ഉണ്ടായിന്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ബീഫ് മതി എന്ന് പറഞ്ഞിന്. ചിക്കനോ ഒന്നും ആക്കണ്ട, അധികം ഐറ്റംസ് ഒന്നും ആക്കണ്ട, രാവിലെ തന്നെ എല്ലാം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലേറ്റായിട്ട് ആക്കിയതാണ് കേട്ടോ. ഒരു ഐറ്റംസേ ആക്കിയിട്ടുണ്ടായിട്ടും. അപ്പോൾ 10 വേണമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ 10 ഞാൻ 10 ആക്കാൻ കഴിയില്ല. അപ്പം കുറച്ച് നെയ്ച്ചോറും കൂടെ ആക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറും ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പിന്നെ 10 ഇതാ ബീഫ് വറവും ബീഫിൻ്റെ ഗ്രേവി ഉണ്ടായിന്, അതും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബീഫ് വറവ് അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ വരുന്നാക്കെല്ലാം ബീഫ് മസ്റ്റാണ് കേട്ടോ. ബീഫാണ് വേണ്ടത് അവർക്ക്. അപ്പോൾ ഇതാ ചായയും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെയ്ച്ചോറാണ് ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിന് കേട്ടോ. അവരിപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന വേണ്ടിയിട്ട് എന്നെ കളിയാക്കി എന്നിട്ട് ചെയ്യുന്നത്. അപ്പം യൂട്യൂബിൻ്റെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്നെ കുറേ കളിയാക്കുന്നുണ്ടായിന്. അപ്പം ഈ പോലീസുകാരൻ നമ്മളെ നാട്ടിലില്ല തന്നെയാണ് കേട്ടോ. മറ്റവരാണ് വയനാട് നിന്ന് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഫുഡൊക്കെ നല്ല സൂപ്പറാണ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അധികം ഒന്നും ആക്കിയിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിന് അധികം ഒന്നും ആക്കണ്ട, പിന്നെ ഫുഡൊന്നും അങ്ങനെ ആക്കണ്ട, കഴിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. എന്നാലും നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ആക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒന്നും ചെയ്യാൻ വന്നേക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബായ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണേ.